നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം പൂയം നക്ഷത്രത്തെ കുറിച്ചാണ്. പൂയം നക്ഷത്രക്കാരുടെ 2026 മെയ് മാസം 14 മുതൽ 31 വരെയുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. ജ്യോതിഷപരമായിട്ടുള്ള ഫലങ്ങള് എന്നതിലുപരി ഇവർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതുമൂലം പൂയം നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും എന്തൊക്കെ തയ്യാറെടുപ്പുകൾ ഇവർ നടത്തണമെന്നും ഇവർക്ക് കൃത്യമായി അനുമാനിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഫലത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നല്ലൊരു സമയമാണ്. ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയങ്ങളിലൊക്കെ പ്രവേശനം ലഭിക്കുന്നതാണ്. കൂടാതെ ഒരുപാട് കാലമായിട്ട് ചില അസുഖങ്ങൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾ പാർശ്വഫലങ്ങളുള്ള ഔഷധങ്ങളൊക്കെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. പ്രകൃതിദത്തമായിട്ടുള്ള ജീവിത രീതിയൊക്കെ അവലംബിച്ച് അതിൽ നിന്നും ആരോഗ്യം വീണ്ടെടുക്കുന്ന രീതിയൊക്കെ സംജാതമാവുന്നതാണ്. അത് വളരെ നല്ലൊരു സമീപനം കൂടിയാണ്. ആദരണീയരായവരുടെ കൂട്ടത്തില് താങ്കൾക്കും സ്ഥാനം ലഭിച്ചതിനാൽ ആത്മാഭിമാനമൊക്കെ തോന്നുന്ന ഒരു നിമിഷമാണ്. ചില അവാർഡുകളൊക്കെ ലഭിക്കുവാനുള്ള സാധ്യത പൂയം നക്ഷത്രക്കാർക്ക് ഉണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകളൊക്കെ പങ്കുവയ്ക്കാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടാകുന്നതാണ്. ഇതുമൂലം നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ഉല്ലാസമൊക്കെ ഉണ്ടാകുന്നതാണ്. ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില പദ്ധതികളിലേക്കൊക്കെ തുടക്കം കുറിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഭവനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ പറ്റിയൊരു സമയമാണ്. ഭവനമൊക്കെ ഇപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. സമൂഹത്തിലെ ചില ഉന്നതരുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുന്നതാണ്. അതുമൂലം നിങ്ങൾക്ക് പുതിയ കർമ്മ പദ്ധതികളൊക്കെ രൂപകൽപ്പന ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാം നിങ്ങളുടെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള ഒരു മാർഗമായിട്ട് നിങ്ങൾക്ക് ഇതിനെ കാണാവുന്നതാണ്. എന്നാലും ബന്ധുക്കളും ചില സുഹൃത്തുക്കളും സ്വന്തക്കാരും ഒക്കെ ആയിട്ട് നിങ്ങൾ ശത്രുതയിലാവുന്നതാണ്. ചെറിയ ശത്രുശല്യമൊക്കെ ഈ സമയത്ത് ഉണ്ടാവുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങളുടെ സമചിത്തതയോടുകൂടിയുള്ള പ്രവർത്തന ശൈലി ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ നിങ്ങൾക്ക് ഉപകരിക്കുന്നതാണ്. സാമ്പത്തിക നേട്ടമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. നിങ്ങൾ ചില ധർമ്മപ്രവർത്തികളും പുണ്യപ്രവർത്തികളും ഒക്കെ ഈ സമയത്ത് ചെയ്യുന്നതാണ്. അതിന് നന്നായിട്ട് സഹകരിക്കുന്ന ഒരു മനോഭാവമൊക്കെ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. എന്നിരുന്നാലും ചില സമയങ്ങളിൽ നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള സംശയങ്ങളും ആദികളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അത് മനസ്സിന്റെ ചില തോന്നലുകൾ മാത്രമാണ്. മുൻകാലങ്ങളിൽ ഉണ്ടായതുപോലെ വീണ്ടും ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭയം നിങ്ങളെ അലട്ടുന്നുണ്ട്. ആ ഭയത്തിന്റെ ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് വാഹന ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നുണ്ട്. പുതിയ വാഹനം വാങ്ങുവാനൊക്കെയുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. നിലവിലുള്ള വാഹനങ്ങളൊക്കെ മാറ്റി മറ്റൊരു വാഹനം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഒരുപാട് കാലമായിട്ട് അപേക്ഷകളൊക്കെ നടത്തിയിട്ട് അത് നിരസിക്കപ്പെട്ടതൊക്കെ കാര്യകാരണം സഹിതം വീണ്ടും അപേക്ഷിക്കുമ്പോൾ അത് അംഗീകാരമൊക്കെ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് സങ്കല്പത്തിനൊത്ത് ഉയരാൻ കഴിയുന്ന ഒരു സമയമാണ്. കുടുംബത്തില് സമാധാന അന്തരീക്ഷമൊക്കെ സംജാതമാവുന്നതാണ്. വിവാഹമാകാതിരുന്നവരുടെ വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാവുന്നതാണ്. തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇപ്പോൾ തൊഴിൽ നേടുവാൻ പറ്റിയൊരു സമയമാണ്. വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് പരിശ്രമിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പരിശ്രമങ്ങളില്ലാതെ വിദേശത്തേക്ക് എത്താൻ കഴിയുന്നതാണ്. ജോലി സംബന്ധമായിട്ടും നല്ലൊരു സമയമാണ് കാണുന്നത്. ചില ബന്ധുക്കളുടെ സമീപനം നിങ്ങൾക്ക് മനോവിഷമം ഉണ്ടാക്കുമെങ്കിലും നിങ്ങളത് ശ്രദ്ധിക്കാതെ നിങ്ങളുടെ കർമ്മപഥത്തിൽ ഉറച്ചു മുന്നോട്ട് പോകുക. ഷെയർ ബിസിനസ് ഒക്കെ ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കുക. ഷെയർ കൂട്ടു ബിസിനസ് ഒക്കെ ചെയ്യുന്നവര് പരസ്പര വിശ്വാസമൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. അതൊന്ന് ശ്രദ്ധിക്കുക. സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. കൂട്ടു ബിസിനസ് ഒക്കെ മാറി സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നല്ല പുരോഗതി ഉണ്ടാവുന്നതാണ്. നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും എല്ലാം ഫലപ്രദമാകുന്ന ഒരു സമയമാണ്. ജനസ്വാധീനമൊക്കെ നിങ്ങൾക്ക് വർദ്ധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ചില അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉയർച്ചയൊക്കെ ഉണ്ടാകുന്നതാണ്. കലാകായിക രംഗത്തുള്ളവർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും പൊതുവെ മെച്ചമായിട്ടുള്ള ഒരു സമയമാണ്. ഈ പൂയം നക്ഷത്രക്കാരുടെ മെയ് 14 മുതൽ 31 വരെയുള്ള ഫലങ്ങൾ എടുത്തു നോക്കുമ്പോൾ കൂടുതലും ഗുണഫലങ്ങളാണ് കാണുന്നത്. എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് വിജയത്തിലെത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. നിങ്ങളുടെ താരകാസ്ഥിതിയൊക്കെ വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ സമയത്ത് നിങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യപ്രാപ്തി നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയുന്നതാണ്. ഇത് പൂയം നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ഫലമാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ പൂയം നക്ഷത്രത്തിൽ പിറന്ന ഏതൊരാൾക്കും ഈ ഫലം അനുഭവവേദ്യമാകുന്നതാണ്. നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ചിലപ്പോൾ ഇതിൽ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാവാമെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ഇത് വന്ന് ഭവിക്കുന്നതാണ്.
ഈ സമയം ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക. അന്യമതസ്ഥരാണ് ഇത് കാണുന്നെങ്കിൽ അവരവരുടെ ദൈവത്തിലും മതത്തിലും വിശ്വസിച്ച് മുന്നോട്ട് പോകുക. നിങ്ങൾ ദിവസവും വെള്ള വസ്ത്രം ധരിക്കുന്നതോ വെള്ള തുണി കൈയിൽ കരുതുന്നതോ വളരെ നന്നായിരിക്കും. പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യാൻ ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.